ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ ഞങ്ങളിന്ന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏത് കടയിലാണ് പോകണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എന്ന്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. അപ്പോൾ അതേ പാത്തൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൈഡാണ് കേട്ടോ കാണുന്നത്. വേണ്ടില്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇതൊക്കെ ചെയറുകൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വേണ്ട, ഇതൊക്കെ വഴിയാണ്. ഇങ്ങനെ നമുക്കിങ്ങനെ ഫുള്ളിങ്ങനെ നടക്കാം. അതിൻ്റെ പാസേജൊക്കെയാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡ്. ഈ ബാക്കിലായിട്ട് വലിയൊരു കാട്. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഏത് ഷോപ്പാണ് നല്ലതെന്നൊന്നും അറിയില്ല, എന്തൊക്കെ കളക്ഷനാണ് ഒന്നും അറിയില്ല. നമ്മുടെ അവിടുത്തെ ഡ്രസ്സൊക്കെ കിട്ടുമോന്നാവോ. എന്തായാലും പോയി നോക്കാം, കിട്ടണത് മേടിക്കാം അല്ലേ. അപ്പോൾ നമുക്കിനി വേഗം തന്നെ സമയം കളയാതെ പോകാം. അപ്പോൾ ഇതേ നമ്മളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ US വന്നിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞു കേട്ടോ. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് 1-2 ആഴ്ചയോളം എനിക്ക് നല്ല പനിയായിരുന്നു, കിടന്ന കിടപ്പായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, സൗണ്ടൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ പോലും പറ്റാത്തത്ര ബുദ്ധിമുട്ടായിരുന്നു വോയിസിന്. പിള്ളേർക്കും ഹസ്ബൻഡിനൊന്നും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കായിരുന്നു കേട്ടോ കൂടുതലും പ്രോബ്ലം. കാരണം വെച്ചാൽ തണുപ്പ് എനിക്ക് അത്ര അങ്ങോട്ട് ഇണങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാം അങ്ങനെ മാറി. എങ്കിൽ പോലും ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തു, ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സർപ്രൈസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ പറ്റണ പോലെയൊക്കെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വീഡിയോസുകളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഈ പെരുന്നാളിൻ്റെ വീഡിയോസുകളൊക്കെ പിന്നെ ഒരുപാട് ലാഗ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ പിന്നെ ഈ വീഡിയോയൊക്കെ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഈദിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനിനി പഴയ ഓരോ വീഡിയോകളൊക്കെ ആയിട്ട് ഇടാട്ടോ. ഇപ്പം നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോണത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു 3-4 കിലോമീറ്ററൊക്കെ അടുപ്പുള്ള ഷോപ്പിൽ. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നാട്ടിലാണെങ്കിൽ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പിന്നെ എങ്കിൽ പോലും പെരുന്നാളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അങ്ങനെ വന്ന് ഇടാപിടിയിൽ നിന്ന് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മളിതേ വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല, ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം ഇത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണിത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ റിലയൻസ് മാക്സൊക്കെ ഇല്ലേ, അതേപോലെ ഏകദേശം അതേപോലെയൊക്കെ ഒരു മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ എല്ലാവർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഈ ഷോപ്പിലുണ്ട്. വലിയവർക്കും ചെറിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അങ്ങനെ എല്ലാ ഡ്രസ്സുകളും കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രസ്സ് മാത്രമല്ല, അല്ലാതെ അല്ലറ ഈ എന്താ പറയുക പാത്രങ്ങൾ, പിന്നെ അതുപോലെ ഷോപ്പിംഗ് ചെയ്യേണ്ട വേറെ പല ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ ഈ ഷോപ്പിൽ. അപ്പോൾ അതേ നമ്മളങ്ങനെ വന്നേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടേതായ ഇന്ത്യൻ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട് ഷോപ്പുകളൊക്കെ ഉള്ളത്. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോയൊന്നുമില്ല, അതൊക്കെ ഇത്തിരി അങ്ങോട്ട് നീങ്ങിയൊക്കെ ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇടാപിടിയിൽ നിന്ന് നമ്മളിപ്പോൾ വന്നുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തായിട്ടുള്ളൊരു ഷോപ്പിലേക്കാണ് വന്നേക്കണത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും ഓരോ ഡ്രസ്സുകളൊക്കെ നമ്മളിവിടുന്ന് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതിൽ ആ ഡ്രസ്സുകളൊന്നും ഞാൻ കൂടുതലൊന്നും കാണിക്കണില്ല, പെരുന്നാളിൻ്റെ വീഡിയോയിൽ അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് പെരുന്നാളിൻ്റെ, അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ഈ ഗൗണുകൾ കുർത്തീസുകളൊക്കെയാണ് ഉപയോഗിക്കാറ്. പക്ഷേങ്കിൽ ഇവിടെ പിന്നെ അത്രക്ക് അതിൻ്റേതായ കളക്ഷൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജീൻസ് ടോപ്പുകൾ അങ്ങനെ അത്രയും ഡ്രസ്സുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പേരിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കുർത്തി മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൂടുതലും ജീൻസ് ടോപ്പ് അങ്ങനത്തെയൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ തന്നെ ഇവിടുന്ന് കിട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഒരുപാട് വലിയൊരു ഷോപ്പാണ് ഇത്. നമ്മൾ എത്ര നടന്നാൽ തീരാത്തത്ര വലുതാണ്.
റാസൊക്കെ ഡ്രസ്സ് നോക്കി തളർന്നു. ഇപ്പം ലാസ്റ്റ് വേറെ എന്തൊക്കെയോ കയ്യിലെടുത്ത് പിടിച്ചേക്കുക. ഇതെന്തത്? ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത്. ഇനിയിപ്പോൾ വേറെ കടയിലൊന്നും പോകാൻ വയ്യ, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുത്ത്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത കടയിലേക്ക് പോകാമെന്നുള്ള ഒരു രീതി ഇവിടെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടേക്ക് അടുത്തടുത്താണെങ്കിൽ ഷോപ്പുകളൊക്കെ ആണെങ്കിലും ഇവിടെ എവിടെയാണ് അടുത്ത നല്ല പറ്റിയ ഷോപ്പൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള കടയിൽ നിന്ന് തന്നെ നമ്മളങ്ങനെ ഡ്രസ്സുകളൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങിയാണ്. അപ്പോൾ അതേ ഇവിടുത്തെ ആളുകളെയൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് കൂടുതലും അതിശയം തോന്നിയേക്കണത് ഇവിടെ ഓരോരുത്തരുടെയും ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ആ മുടിയുടെയൊക്കെ ആ ഒരു രീതികളും കളറുകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരി വരും കേട്ടോ. അതുമാതിരത്തെ രീതിയിലാണ് അവർ ഓരോരുത്തരും ഇങ്ങനെ മുടികളൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അങ്ങനെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യാത്ര. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ലഞ്ചാണോ ഡിന്നറാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലഞ്ച് എന്തായാലും കഴിച്ചിട്ടില്ല, പിന്നെ ഇപ്പോൾ ഒരുപാട് സമയം വൈകിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും പോകണം. അപ്പോൾ ഈ രണ്ട് ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ യാത്ര പോകുന്നത്. അപ്പോൾ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ തന്നെ ഒരുപാട് ഭംഗിയുള്ളതാണ് കേട്ടോ. വീടുകളും കടകളും റോഡുകളും ഒക്കെ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ശരിക്കും പറഞ്ഞാൽ ന്യൂജേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരു കേരളം പോലെയാണ് കേട്ടോ. നല്ല അടിപൊളി പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ന്യൂജേഴ്സി എന്ന് പറയണത്. അപ്പോൾ ഈ ന്യൂജേഴ്സിക്ക് ഇട്ടേക്കണ പേര് ഗാർഡൻ സ്റ്റേറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർ അങ്ങനെയാണ് പറയണത്. അപ്പോൾ ഈ കാർമലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ നമ്പർ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഗാർഡൻ സ്റ്റേറ്റ് എന്ന്. പേര് പോലെ തന്നെ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങൾ തന്നെയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പ്, പൂക്കൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്കെന്തായാലും ന്യൂജേഴ്സി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂജേഴ്സിയിൽ ഹിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ ഇടയും, ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ പേര് മറന്നു കൂട്ടും. അതുമാതിരത്തെ പേരാണ് ഇവിടെ ഓരോന്നിനും ഉള്ളത്. അപ്പോൾ അതേ നമ്മളങ്ങനെ എന്താ പറയുക സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഇപ്പോൾ ഏത് ഷോപ്പ് വന്നാലും ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും കേട്ടോ. സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ഉള്ള എന്താ പറയുക ബ്യൂട്ടി പാർലർ, അങ്ങനെ എല്ലാം തന്നെ അടുപ്പിച്ചായിരിക്കും. പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്ഥലം, അങ്ങനെയാണ് ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ ഷോപ്പുകളൊക്കെ കാണുന്നത്. അങ്ങനെ ദേ ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, അതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ എല്ലാം ഉള്ള ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ വന്നേക്കണം. എന്താ പറയുക, അവിടെ ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, തായ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പോണത് തായ് റെസ്റ്റോറൻ്റ് ഉള്ള ഭാഗത്തേക്കാണ്. അപ്പോൾ അതേ അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ ഷോപ്പിൻ്റെയൊക്കെ അകത്താട്ടോ തിരക്ക്, പുറത്തൊന്നും അങ്ങനെ ചിലതിൻ്റെയൊന്നും അങ്ങനെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ ഇവിടെയൊക്കെ പല റെസ്റ്റോറൻറ്റുകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ തിരക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അടുത്ത് കഴിഞ്ഞ് ആ കാണുന്നതാണ്ടോ തായ് റെസ്റ്റോറൻറ്റ്, അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഈ ഗൂഗിളിലൊക്കെ നമ്മൾ നോക്കി അങ്ങനെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എല്ലാം ഫുഡൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നേക്കണത്. നമ്മൾ കഴിക്കാൻ പറ്റണ ഫുഡുമായിരിക്കണ്ടേ. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ആ തായ് കിച്ചൺ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക റെസ്റ്റോറൻറ്റിലേക്കൊക്കെ കടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. അതായത് ഈ ഇങ്ങനെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ചെറിയൊരു റൂം പോലെ ഒരു സെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മഞ്ഞുകാലങ്ങളൊക്കെ ആകുമ്പോഴും ഇങ്ങനെ ചെറിയ കയറി നിൽക്കാനൊക്കെ പറ്റിയൊരു റൂം പോലെ അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഷോപ്പിൻ്റെ അകത്തുനിന്ന് നേരെ പുറത്തേക്കല്ലേ കിടക്കുക. അതേപോലത്തെ ഒരു രീതിയല്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ, സൂപ്പർ മാർക്കറ്റ് ആയാലും ഡ്രസ്സ് ഷോപ്പ് ആയാലും എവിടെ എന്ത് ഷോപ്പിൽ കയറിയാലും ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഒരു കുഞ്ഞൊരു റൂം പോലെ ഇവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എന്നിട്ടാണ് ഷോപ്പിലേക്ക് കയറണത്. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി നമുക്കങ്ങനെ സീറ്റൊക്കെ കിട്ടി.
അങ്ങനെ ഫുഡൊക്കെ നമ്മളങ്ങനെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എങ്ങനെയാണ്, നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയാൽ നമ്മളൊരു ഒഴിവുള്ള സീറ്റിൽ കയറി ഇരിക്കുമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളങ്ങനെ ഫുഡുകളൊക്കെ ഓർഡർ ചെയ്ത് ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ അവർ ഈ റെസ്റ്റോറൻറ്റിൽ ഉള്ളവർ പറയണ സീറ്റിൽ തന്നെ നമ്മൾ ഇരിക്കണം കേട്ടോ. നമ്മൾ വാതൊക്കെ വെയിറ്റ് ചെയ്യണം. അവർ നമ്മളെ കൊണ്ടുപോയി ഇരുത്തും ഏത് സീറ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ ഇരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലൊന്നും കയറി ഇരിക്കാനൊന്നും പറ്റൂല. അങ്ങനെയാണ്. അപ്പോൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇത് ഫിഷാണ്, അതുപോലെ ഇത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ നോക്കിയൊക്കെയാണ് കേട്ടോ ഫുഡുകൾ ഓർഡർ ചെയ്താൽ, കാരണം ടേസ്റ്റൊക്കെ പറ്റണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റബിളും പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ റൈസും ഉണ്ട്. അതായത് എന്താ പറയുക, നെയ്ച്ചോറ് പോലെ ഇരിക്കും കേട്ടോ റൈസ്. അങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസാണ് ഈ വന്നേക്കണത്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റേതായ ഒരു ടേസ്റ്റോ ആ ഒരു എന്താ പറയുക ഇതൊന്നുമല്ല കേട്ടോ, മണോ ഒന്നുമില്ല. ഒക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു. എങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. 3 ഡിഷും നല്ല അടിപൊളിയായിരുന്നേ. പിന്നെ 4മതായിട്ട് നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക കബാബ് പോലത്തെ ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റായിട്ടൊന്നും മാച്ച് അല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. നല്ല അടിപൊളി തായ് ഫുഡ് തന്നെയായിരുന്നു. അതിനതേ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡിനൊക്കെ നമ്മൾ സാധാരണ ഇങ്ങനെ മയോണൈസൊന്നും കിട്ടാറൊന്നുമില്ല കേട്ടോ. വേറെ എന്തൊക്കെയോ ടൈപ്പ് സോസുകളൊക്കെയാണ് ഇവർ നമുക്ക് തന്നത്. കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ വാതിലുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ്ടോ നമ്മൾ ഇറങ്ങിയിട്ട് ഉള്ളത്. അപ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ കണ്ട ഇതുമാതിരി ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മരത്തിൻ്റെ ചില്ലകൾ പോലെയൊക്കെ, എന്താണെന്നൊന്നും എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതേ ആളുകളൊക്കെ പതുക്കെ ഇങ്ങനെ ഒഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു രാത്രി 8 മണി 8:30 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റിലൊന്നും ആരുമില്ല കേട്ടോ. എന്താ പറയുക, അതിപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് തന്നെയല്ല, സൂപ്പർ മാർക്കറ്റ് ആയാലും ഏത് ഷോപ്പായാലും ശരി 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പുകളില്ല. നമ്മുടെ നാട്ടിലെ പോലെ രാത്രി അങ്ങനെ കട തുറന്നിരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ ഈ നാട്ടിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ രാത്രിയൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തട്ടുകട ഫുഡുകൾ, പല വെറൈറ്റി ഫുഡുകളൊക്കെ കിട്ടുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ സിറ്റിയിലേക്കൊക്കെ ചെന്നാൽ ചിലപ്പോൾ 1-2 ഷോപ്പുകളൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ടുണ്ടായിരുന്നു വരാം. എങ്കിൽ പോലും ഒരു 8-8:30 കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഷോപ്പുകളൊക്കെ ഭയങ്കര കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ്. നമ്മളിപ്പോൾ സാധാരണ പോകാറുള്ള ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഭാഗത്തായിട്ടുള്ളതാണ്. ഇതിപ്പോൾ വേറൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇതൊരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഐറ്റംസുകളൊക്കെ കുറച്ചൊക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. പലചരക്ക് ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ടും ഡബിൾ ഹോഴ്സ്, പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മിൻസ്, നിറബറ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ അറിയണ ഒരു ബ്രാൻഡുകളെ, ബാക്കിയൊക്കെ നമ്മൾ അറിയാത്ത കുറേ ബ്രാൻഡുകളൊക്കെയാണ്. നമ്മുടേതായ കുറേ സാധനങ്ങളൊക്കെ നമുക്കങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ കിട്ടും കേട്ടോ. പച്ചക്കറികളായാലും പലചരക്ക് ഐറ്റംസുകളായൊക്കെ എല്ലാം ഇവിടെ നിന്ന് അത്യാവശ്യം അങ്ങനെ കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കങ്ങനെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി ഇപ്പോൾ ഏകദേശം ഒരുപാട് നേരമായിട്ടുണ്ട്. ഇപ്പോൾ സമയം രാത്രി ഒരു 8 മണി 8:30 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ അങ്ങോട്ട് അധികം ഇരുട്ടിയിട്ടില്ല. ഇവിടെ സൂര്യൻ അസ്തമിക്കണമൊക്കെ ഒരുപാട് വൈകിയാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണി 6:30 ആയിട്ടുള്ളൂ എന്നേ തോന്നുള്ളൂ. പക്ഷേ എങ്കിൽ രാത്രി ഒരുപാട് അങ്ങോട്ട് വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാനൊക്കെ നല്ലൊരു രസമൊക്കെ ഇരിക്കും. പക്ഷേ എങ്കിൽ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ എത്ര വന്നാലും അവരൊരു 8 മണി 8:30 കഴിഞ്ഞാൽ ഒന്നും തുറന്നു വെക്കൂല കേട്ടോ. ഒക്കെ നേരത്തെ തന്നെ കടകളൊക്കെ അടക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നമുക്ക് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ സ്ട്രീറ്റുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഈ അമേരിക്കയിൽ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ സ്കൂളിൽ ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നത് ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെക്കേഷൻ ടൈമാണല്ലോ. അപ്പം ഇവിടെ പക്ഷേ വെക്കേഷൻ ആയിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ജൂണിലാണ് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ജൂൺ ഒരു 16-ാം തീയതി ഒക്കെ ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാണ് കേട്ടോ പിന്നെ പുതിയ
ക്ലാസ് ഇയറൊക്കെ തുടങ്ങണത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇവിടെ വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പുതിയ വർഷമൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ മാറ്റങ്ങൾ. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ആ 1-2 മാസങ്ങളിൽ പിള്ളേരെ വെറുതെ വീട്ടിലിരുത്താനൊന്നും പറ്റില്ലല്ലോ. ഇവിടെയാണെങ്കിൽ എങ്ങനെ വെക്കേഷൻ ആയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിള്ളേരെ സ്കൂളിൽ എങ്ങനെയെങ്കിലും ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നടപടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മളങ്ങനെ ആ 1.5 മാസത്തിൽ നമ്മളങ്ങനെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഇങ്ങനെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ എന്താ പറയുക സർപ്രൈസൊന്നും ഞാനിപ്പോൾ പറയണില്ല. അപ്പോൾ അതിൻ്റേതായ ഓരോരോ വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ആ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ വരുന്ന വീഡിയോകളിലൊക്കെ അതൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.